അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഭരതനാട്യം കണ്ടിന്യൂവേഷൻ ആണ്. ഭരതനാട്യം ക്ലാസ് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ക്ലാസ് ഇടാൻ പറ്റില്ല, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഭരതനാട്യം ക്ലാസ് കണ്ടിന്യൂവേഷൻ ആണ് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ തട്ടടവായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നാട്ടടവാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം തട്ടടം എന്ന് വെച്ചാൽ നമ്മൾ കാല് വെച്ച് ചവിട്ടുന്നതാണ്. ഫുൾ കൈ നമ്മൾ ഹിപ്പിന്റെ അവിടെ വെക്കത്തുള്ളൂ, കാല് വെച്ച് ചവിട്ടുന്നതാണ്. പക്ഷെ നാട്ടടമാണെങ്കിൽ നമ്മള് കൈ പതാകകൾ, ഓരോരോ പതാകകൾ വെച്ച് കളിക്കുന്നതാണ് നാട്ടടവ്. അപ്പൊ ഇനി നമ്മള് നാട്ടടമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മള് നാട്ടടവ് 1 to 4 ചെയ്യുമ്പോൾ കൈകൾ തൃപ്പതാകയിൽ വേണം ഇരിക്കാൻ. കൈകൾ തൃപ്പതാകയിൽ വേണം ഇരിക്കാൻ. ഓക്കെ, നമ്മൾ രണ്ട് കൈകളും തൃപ്പതാകയിലേക്ക് ഇങ്ങനെ സൈഡിലേക്ക് വെച്ചിട്ട് റൈറ്റ് കാല് റൈറ്റ് കാല് പോകുമ്പോൾ നമ്മുടെ തലയും പോണം, പിന്നെ കൈ ഇങ്ങനെ മലത്തിയും പിടിക്കണം. യും തിരിച്ചു കൊണ്ടുവരണം. തെയ് ഹാ, കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ. തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക. ഓക്കെ, അപ്പൊ ഈ നമ്മൾ കൈ പോകുമ്പോൾ നമ്മുടെ കൈ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തല സ്ട്രെയിറ്റ് വരണം. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് ആണ്. നമ്മൾ ഓരോരോ നിലനിലയായിട്ട് നിർത്തിയ പരത്തിൽ ഒരേ സ്പീഡിലാണ് നമ്മൾ നെക്സ്റ്റ് ചവിട്ടാനായിട്ട് പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇതുപോലെ തന്നെയാണ് 2 വട്ടം ഒരു സൈഡിൽ ചെയ്യണം. തെയ് യും ത ക തെയ് യും ത ഹ 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 തെയ് യും ത ക തെയ് യും ത ഹ. ഇനി നമ്മൾ തേർഡ് ആണ് ചവിട്ടാനായിട്ട്. തേർഡ് കുറച്ച് പാടാണ്, നോക്കിക്കോളൂ. തെയ് യും ത ക. എന്നിട്ട് നമ്മൾ നീട്ടിയ കാല് ബാക്കിലേക്ക് ഇങ്ങനെ കുത്തി, നീട്ടിയ കൈ ചെസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലത്തെ കാല് നമ്മൾ ഒറ്റ അടി, ഫ്രണ്ടിലെ കാല് അടിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ തിരിയും, കണ്ടോ, ഇങ്ങനെ തിരിയും. എന്നിട്ട് തെയ് താഹ. അപ്പൊ ഇത് നമ്മൾ റൈറ്റ് ആണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. റൈറ്റ് ഒന്നും കൂടി നോക്കിക്കോളൂ. തെയ് യും ത ക. നീട്ടിയ കാല് ബാക്കി, നീട്ടിയ കൈ ഫ്രണ്ടില് ചവിട്ടി തിരിച്ചു, താ ഹ. നീ ലെഫ്റ്റ് ആണ്. തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക. കൈയിലേക്ക് നോക്കണം, എന്നിട്ട് വേണം തിരിക്കാൻ. ഹ തെയ് യും ത ക തെയ് യും ത 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 ഹ തെയ് യും. ഓക്കെ, നമ്മൾ കൈയിലേക്ക് നോക്കിയിട്ട് വേണം അത് തിരിക്കാൻ. ഇനി നമ്മൾ ഫോർത്ത് ആണ്. ഫോർത്ത് ഇതുപോലെ സെയിം ആണ്, പക്ഷെ ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് വേണം നമുക്ക് ചെയ്യാൻ. ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് സെയിം ആണ്. തേർഡിന്റെ സെയിം ആണ്, പക്ഷെ ഒരു സൈഡിൽ 2 എണ്ണം വെച്ച് വേണം. തെയ് യും ത ക തെയ് യും ത ഹ തെയ് യും ത ക തെയ് യും ത ഹ. കണ്ടോ, ഇതിങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഒരു സൈഡേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. കണ്ടോ, തെയ്യും തക്ക തെയ്യും താഹ തെയ്യും തക്ക
എന്നിട്ട് നമ്മൾ കാല് ബാക്കി കുത്തി ഇങ്ങനെ ഫ്രണ്ടിലത്തെ കാല് ചവിട്ടണം. എന്നിട്ട് വീണ്ടും കാല് ബാക്കി കുത്തി ഫ്രണ്ടിൽ. അപ്പം മലത്തി തിരിച്ചു അത് ഓർത്ത് വെച്ചാൽ. എന്നിട്ട് താഹ. ഓക്കെ, അപ്പൊ ഒന്നും കൂടി നോക്കാം നമുക്ക്. തെയ്യും തക തെയ്യും താഹ 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 തെയ്യും തക തെയ്യും താഹ. അപ്പൊ നമ്മുടെ നാട്ടടവിലെ 4 സ്റ്റെപ്സ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മുദ്രകൾ പഠിക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ കുറച്ച് മുദ്രകൾ പഠിച്ചു. അത് നമുക്ക് ഒന്നും കൂടി നോക്കാം. പതാക, തൃപ്പതാക, അർത്ഥപതാക, കർത്തരി മുഖ, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, ശുഗതുണ്ട. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ബാക്കി നോക്കാം. അപ്പൊ ഒന്നും കൂടി ഞാൻ കാണിക്കാം. പതാക, തൃപ്പതാക, അർത്ഥപതാക, കർത്തരി മുഖ, മയൂരം, അർത്ഥചന്ദ്രൻ, അരാളം, ശുഗതുണ്ടം. ഇനി ബാക്കിയുള്ളതാണ് മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. അപ്പൊ നമ്മൾ ഈ മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം അത് തന്നെ 3 വട്ടം പറയണം. പക്ഷെ കടകാമുഖം കാണിക്കുമ്പോൾ നമ്മൾ വ്യത്യാസമായിട്ട് കാണിക്കും. നോക്കിയോളൂ. മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. ആദ്യത്തെ കടകാമുഖം ഇതാണ് ആദ്യത്തെ കടകാമുഖം. ഇനി രണ്ടാമത്തത് മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. ഈ 2 വിരലും മടക്കിയിട്ട് ഇങ്ങനെ കടകാമുഖം. ഇനി ഇതാണ് രണ്ടാമത്തെ കടകാമുഖം. ഇനി മൂന്നാമത്തെ കടകാമുഖമാണെങ്കിൽ മുഷ്ടി, ശിഖരം, കവിത്വം, കടകാമുഖം. ഇങ്ങനെയാണ് മൂന്നാമത്തെ കടകാമുഖം. അപ്പൊ ഇത്രയും മുദ്രകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ നാട്ടടവിന്റെ ബാക്കിയുള്ള സ്റ്റെപ്സും കുറച്ച് മുദ്രകളും പഠിപ്പിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്.